ഗാന്ധി വധത്തിന് ശേഷം ഏതാണ്ട് 2-3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ആ സംഘടന 100 വർഷം കഴിഞ്ഞ് 100 വർഷം പൂർത്തിയായപ്പോൾ അതേ ഗാന്ധി ജയന്തി ദിനത്തിൽ അതേ രാഷ്ട്രം ഗാന്ധിയെ രാഷ്ട്രപിതാവായി അംഗീകരിച്ച അതേ രാഷ്ട്രം ഈ സംഘടനയും 100-ാം വർഷത്തില് അതിന്റെ ഒരു നാണയം പുറത്തിറക്കി ആദരിക്കുകയാണ്. എന്നിട്ട് ആ ദിവസം പ്രഖ്യാപിക്കുകയാണ് ഈ സംഘടന പലതരം നിരോധനങ്ങളെ പുഞ്ചിരിയോടെ അതിജീവിച്ചു. ആരാ പ്രഖ്യാപിക്കുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി. അതേ ഏത് പാർട്ടിക്കാരനാണ് ആ കാര്യമൊക്കെ വിടുക. ഒരു പ്രധാനമന്ത്രി, എന്റെയും നിങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. അല്ലാതെ വേറൊരാളുടെ പേര് നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല. ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ആ പ്രധാനമന്ത്രി ഈ ഗാന്ധിവധത്തിന്റെ പേരിൽ ഗാന്ധിവധത്തിലേക്ക് നയിച്ച ഒരുപാട് കലാപങ്ങൾ ഉണ്ടാക്കി എന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംഘടനയുടെ ഓർമ്മയ്ക്കായി ഗാന്ധിയുടെ 156-ാമത്തെ ജന്മദിനത്തിൽ നാണയം പുറത്തിറക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയാണ്. ഈ വൈരുദ്ധ്യം നമുക്ക് ചോദ്യം ചെയ്യാനാവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഫാസിസത്തിന് വളക്കൂറുള്ള എന്തോ ഒന്ന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യം നമ്മൾ അതിന്റെ ഒരു ആഴത്തില് ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു കുറവായിട്ട് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് എന്താ പറയാ പലതരം ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ഡിസ്കോഴ്സസ് നടക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നു. ഫോർത്ത് എസ്റ്റേറ്റ് നമ്മുടെ ഇന്ത്യയിൽ വളരെ പ്രായമുള്ള വളരെ ചരിത്രമുള്ള ഒരു ഫോർത്ത് എസ്റ്റേറ്റ്, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ഒപ്പം വളർന്നു വന്നൊരു ഫോർത്ത് എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷമുള്ള നിരവധി ഇലക്ട്രോണിക് മീഡിയ ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷമുള്ള സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ഉപാധികളും ഉപകരണങ്ങളും എണ്ണത്തില് നമുക്ക് പറയാൻ പറ്റാത്ത തരം ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയധികം എക്സ്പ്രഷന്റെ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു, വളരെ വിസ്തൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, വളരെ വ്യാപകമായ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇങ്ങനെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വളരെ ലളിതമായിട്ടുള്ള ഏതൊരാളോടും ചോദിച്ചാൽ പറയാവുന്ന കാര്യം, ഒരാളെ കൊന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടന, ആ മരിച്ച ആൾ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള ആളല്ല. അദ്ദേഹം ഒരുപക്ഷെ ഇന്നും ലോകം ഇത്രയും കാലമായിട്ടും നിരന്തരം സ്മരിക്കുന്ന ഒരാളാണ്. ലോകത്തിന് പാഠപുസ്തകമായിട്ട് വായിക്കേണ്ട ഒരു വ്യക്തിത്വമാണെന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെ കൊന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടന, അത് ആ ദിവസം അദ്ദേഹത്തിന്റെ ജന്മദിന ദിവസം ആദരിക്കപ്പെടുന്നു എന്ന് പറയുന്നു. മാത്രല്ല ഈ നിരോധനം പുഞ്ചിരിയോടെയാണ് അതിജീവിച്ചതെന്ന് ഈ രാഷ്ട്രപിതാവിന്റെ സ്മരണ പങ്കുവെക്കേണ്ട ആൾ വന്നു എന്ന് നമ്മളോട് പറയാണ്. അപ്പൊ അതുകൊണ്ട് ഫാസിസത്തിന്റെ 100 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗം ഫാസിസത്തിന്റെ 100 വർഷങ്ങൾ തന്നെയാണ്. എന്ന് പറഞ്ഞാല് ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള ഫാസിസ്റ്റ് സംഘടന അത് പലതരം തിരിച്ചടികളെ നേരിടേണ്ടി വന്നെങ്കിലും അത് അതിന്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരു ഭാഗം. അത് നമ്മൾ മനസ്സിലാക്കണം. 100 വർഷം നിരന്തരമായിട്ട് അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവര് രാഷ്ട്രീയത്തിന്റെ വരുന്ന അപ്പം ജനസംഘം ആയിട്ടാണ് അവര് രാഷ്ട്രീയത്തിൽ കടത്തുന്നത്. ജനസംഘത്തിന്റെ 51 തൊട്ടുള്ള തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകൾ വായിച്ചു നോക്കണ്ടേ. 51 തൊട്ട് ഏതാണ്ട് 75 BJP ആയിട്ട് ജനതാ പാർട്ടി ആയിട്ട് മാറുന്നത് വരെയുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളെ മാനിഫെസ്റ്റോ വായിച്ചു നോക്കണ്ടേ. ഈ മാനിഫെസ്റ്റോ ഒക്കെ തന്നെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അവരവരുടെ രാഷ്ട്രീയം പറഞ്ഞു. ഒന്ന്, GST കൊണ്ടുവരും. 57 മാനിഫെസ്റ്റോ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഫെഡറൽ സ്റ്റേറ്റ് ആയിരിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഇന്ത്യ ഒരു സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യൻ ഭരണകൂടത്തെ പരിണമിപ്പിക്കും. അതിനുവേണ്ടി നികുതി ഘടന ഏകീകരിക്കും. ഇന്റർ സ്റ്റേറ്റ് ടാക്സസ് മുഴുവൻ എടുത്തു കളയും. എന്ന് പറഞ്ഞാൽ GST എന്ന് പറയുന്ന ഒരു ആശയം 57 മാനിഫെസ്റ്റോ കൊണ്ടുവരുന്നുണ്ട്. 370-ാം വകുപ്പ് എടുത്തു കളയും.
അത് 57-ലെ മാനിഫെസ്റ്റോ വരുന്നുണ്ട്. യൂണിഫോം സിവിൽ കോഡ് 57-ലെ മാനിഫെസ്റ്റോ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ന് അവർ ഓരോന്നോരോന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിന്റെ ഓരോ സ്റ്റെപ്പുകൾ നമ്മുടെ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ആദ്യത്തെ ഒരു വാർത്ത പോലെ പേടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ 100 വർഷവും അവർക്ക് കൃത്യമായ രാഷ്ട്രീയ പരിപാടി ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പരിപാടി 57-ലെ മാനിഫെസ്റ്റോ ഒക്കെ വരുമ്പോ അതുവരെ കുറച്ച് ഗുപ്തമായിട്ട് വെച്ചിരുന്നു. 48-ലെ ഗാന്ധിവാദത്തിന് ശേഷമുള്ള ആ കാലത്തെ മറികടക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് RSS നിരോധിക്കപ്പെട്ടപ്പോ ആ കാലത്ത് അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ചില മുഖമൂടികളൊക്കെ അണിഞ്ഞിരുന്നു. പക്ഷെ 57 ആകുമ്പോഴേക്കും അവർക്ക് ഹിന്ദുരാഷ്ട്രവാദം എന്ന് പറഞ്ഞ ഹിന്ദു രാഷ്ട്രം സമം ദേശീയത എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പിടിച്ചതോട് കൂടിയിട്ട് വളരെ വ്യക്തമായിട്ട് അവരുടെ രാഷ്ട്രീയം നിരന്തരമായിട്ട് പറഞ്ഞു വരികയും ചെയ്തു. അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി രൂപീകരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാല് 48-ന് ഗാന്ധിവാദത്തിന് ശേഷമുള്ള 1.5 വർഷത്തെ നിരോധനത്തിന് ശേഷം അവരുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പാർലമെന്ററി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. അത് ഒരു വളരെ കൃത്യമായിട്ടൊരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പില് അവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതിന്റെ കാരണം മരിച്ച ഗാന്ധി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഗാന്ധിയേക്കാൾ വളരെ ശക്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വരൂപമായി അവരുടെ മുന്നിൽ നിന്നുകൊണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം പതുക്കെ അന്ന് 10 സീറ്റാണ് അവർക്ക് കിട്ടുന്നത്. 4 സീറ്റ് ജനസംഘത്തിന് കിട്ടുന്നു, 3 സീറ്റ് ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്നു, 3 സീറ്റ് രാമരാജ്യ പരിഷത്തിന് കിട്ടുന്നു. അങ്ങനെ ആകെ 10 സീറ്റിലാണ് അവര് ജയിക്കുന്നത്. 3 പോയിന്റ് സംതിങ് ആണ് വോട്ട് ഷെയർ വരുന്നത്. അന്ന് ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. AKG ആണ് പ്രതിപക്ഷ നേതാവ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ നോക്കി വരുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഏതാണ്ട് 29-30% ഒക്കെ എത്തുന്നു ഉള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇവരന്ന് 3%-ലാണ് കെടുക്കുന്നത്. പക്ഷെ വളരെ പിന്നത്തെ ഇലക്ഷൻ ആകുമ്പോഴേക്കും 5% ആവുന്നു. 67 ഒക്കെ ആവുമ്പോഴേക്കും 67 ഇലക്ഷൻ വരുമ്പോ, പ്രത്യേകിച്ച് അന്ന് നെഹ്റു മരിച്ചതിന് ശേഷമുള്ള ആദ്യ ഇലക്ഷൻ ആണ്. 64-ല് നെഹ്റു മരിക്കുന്നു. അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നു. ഇന്ദിരാഗാന്ധി വരുന്നു. ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുമ്പോ അവര് പശുവിനെ ഇറക്കുന്നു. പശുവിനെ കൊണ്ടിറക്കിയിട്ട് ഡൽഹിയില് പാർലമെന്റ് വളയല് എന്ന് പറഞ്ഞാല് കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തുള്ള അക്രമമാർഗങ്ങൾ വഴി ഒരു വലിയ സംഗതി ഉണ്ടാക്കുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയൊരു ഇളക്കം ഉണ്ടാക്കുക. അതിനെ ജനസംഘം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ കൊയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഇതിന്റെ സ്ട്രാറ്റജി എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം. ഫാസിസ്റ്റ് പൊളിറ്റിക്സ് ഇന്ത്യയിൽ ചലിച്ചിട്ടുള്ളത് മുഴുവൻ അങ്ങനെയാണ്. എന്ന് പറഞ്ഞാല് ഭരണഘടനയ്ക്ക് പുറത്ത് വലിയ തരത്തിലുള്ള അക്രമങ്ങൾ, അത് മതം ഉപയോഗിച്ചിട്ട്, വർഗീയത ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പശു പോലെയുള്ള വൈകാരിക ബിംബങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ ലഹള, അതില് കുറെ പേര് അതില് ഇരകളായിട്ട് തീരുന്നു. കുറെ പേര് നമ്പറുകൾ മാത്രമായിട്ട് നമ്മുടെ 12 പേര് മരിച്ചു, 15 പേര് മരിച്ചു, 18 പേര് മരിച്ചു എന്ന് പറയുന്ന നമ്പറുകളായിട്ട് മാത്രം നിൽക്കുന്നു. ഇതിന്റെ റിസൾട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളില് ഒരു വലിയ ഇലക്ഷൻ പ്രോസസ്സിൽ കൂടെ കൊയ്തെടുക്കുന്നു. 67 ഒറ്റയടിക്ക് 35 സീറ്റ് ആവുകയാണ്. ഇങ്ങനെ കയറി 77-ല് അല്ലെങ്കിൽ 77-ലെ ഇലക്ഷൻ വരുമ്പോഴേക്കും ആ ജനതാ പാർട്ടിയായിട്ടാണ് നേരിട്ടെങ്കിലും ജനസംഘത്തിന് മാത്രം 90 സീറ്റുകൾ കിട്ടുന്ന ഒരു നില വരുന്നു. അപ്പൊ ഈ പ്രോസസ്സ് നമ്മുടെ മുന്നിൽ കൂടെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ പറയുന്ന അവരുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഭരണഘടനയ്ക്ക് വെളിയിൽ ഉണ്ടാവുന്ന വലിയ അക്രമം ഉണ്ടാക്കുക, അത് ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കൊയ്തെടുക്കുക, അങ്ങനെയുള്ള ഒരു ഫാസിസ്റ്റ് രീതി നമ്മൾ നോക്കി നിൽക്കുക നമ്മുടെ മുന്നിൽ കൂടെ തന്നെയാണ് ഇത് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയത്തിന് അതിൽ നിന്ന് വലിയ തരത്തിലൊന്നും വ്യതിചലിപ്പിക്കാതെ 100 വർഷം അത് പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇതിന്റെ നീളവും വീതിയും മനസ്സിലാക്കാതെ നമുക്കൊരു സംഗതിയെ നേരിടാൻ പറ്റില്ല. ആ എന്തിനാണോ നേരിടുന്നത് അതിന്റെ ഡയമെൻഷൻസ് മനസ്സിലാക്കാതെ നമ്മൾക്ക് ഇതിനെ നേരിടുക എന്ന് പറയുന്നത് പ്രയാസമാണ്, പ്രത്യേകിച്ചും നമ്മുടേതുപോലെയുള്ള ഒരു ഡെമോക്രസിയിൽ നിൽക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് അത് പ്രധാനമായിട്ട് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരെ തിരിച്ച് ബാക്കിയുള്ള കക്ഷികളുടെ പ്രകടനം ഒന്ന് ആലോചിച്ച് നോക്കുക.
ബാക്കിയുള്ള ജനാധിപത്യ കക്ഷികൾ, ജനാധിപത്യത്തെ വിശ്വസിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കക്ഷികളുടെ പ്രകടനം ആലോചിച്ച് നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഡിക്ലൈൻ ആണ് ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ചരിത്രത്തെ രണ്ടായി വിഭജിക്കുകയാണെങ്കിൽ, അങ്ങനെ വിഭജിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയെ പറ്റിയുള്ള ആലോചന ഉണ്ടാവുന്നത്, ജനാധിപത്യത്തെ കുറിച്ചുള്ള ആലോചന ഉണ്ടാവുന്നത് ഇന്ത്യയില് ഭരണഘടന വന്നതിന് ശേഷം ഒന്നുമല്ല. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം തന്നെ അവസാന ഘട്ടത്തിൽ യഥാർത്ഥത്തില് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിന് വേണ്ടിയുള്ള സമരമായിരുന്നു. എന്ന് പറഞ്ഞാല് ഇന്ത്യക്ക് പരിചയമുള്ള ഭരണ ഭാവനകൾ അല്ലെങ്കിൽ ഭരണ രീതികൾ എന്ന് പറഞ്ഞാല് ഒന്ന് രാജഭരണവും ഒന്ന് വൈദേശിക ഭരണവുമാണ്. ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോ ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ പ്രദേശം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലാണ്. 10-600 നാട്ടുരാജ്യങ്ങളുണ്ട്. ഇത് രണ്ടുമല്ലാത്ത ഒരു ഭരണമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനം എത്തുമ്പോഴേക്കും വിഭാവനം ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാല് ഒരു ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്നത്, സെക്യുലർ ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബഹുസ്വരതയെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ഭരണഘടനയാൽ നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലയിലേക്ക് അവസാനം ആവുമ്പോഴേക്ക് എത്തുന്നുണ്ട്. അപ്പോ നമുക്ക് ജനാധിപത്യത്തിന്റെ ചരിത്രത്തെ 47 ആഗസ്റ്റ് 15 തുടങ്ങുന്ന ഒന്നായിട്ട് കാണണ്ട. അതിന് മുമ്പ് തന്നെ തുടങ്ങുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ എലക്ഷൻ, പ്രൊവിൻഷ്യൽ എലക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പതുക്കെ പതുക്കെ അത് സ്വാതന്ത്ര്യത്തിൽ എത്തുന്നു. അതിനുശേഷം 1950 ആകുമ്പോഴേക്കും ഭരണഘടന വരുന്നു. ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ 51-52 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അപ്പൊ ഈ 51-52 കാലഘട്ടം വരെയുള്ള ജനാധിപത്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യത്തിന് തൊട്ട് തുടങ്ങുന്ന ഈ പീരീഡിലാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സെക്യുലർ ആശയങ്ങളും നമ്മുടെ പൊളിറ്റിക്കൽ ആശയങ്ങളും പ്രവർത്തിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് നമ്മുടെ നിലപാട് പറയാൻ പറ്റും. ഏതൊരു ജനാധിപത്യ കക്ഷിക്കും വളരെ കൃത്യമായി ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ്, ഞങ്ങളുടെ നയം ഇതാണ്, ഞങ്ങളുടെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രസങ്കല്പം ഇതാണ് എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ കഴിഞ്ഞിരുന്നു. 51-52 ആദ്യത്തെ ഇലക്ഷന് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡെമോക്രസിയിലേക്ക് ഇന്ത്യൻ ജനത കടന്നു വരുന്നു, ഡെമോക്രാറ്റിക് പ്രാക്ടീസിലേക്ക് കടന്നു വരുന്നു. പക്ഷെ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയത്തിന് അതിന്റെ പ്രായോഗികമായ തലങ്ങളിൽ തട്ടി പരിക്കും അതിന് പലതരത്തിലുള്ള ശോഷണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനാരെയും നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രതിയെ കണ്ടുപിടിക്കാനല്ല ഇത് പറയുന്നത്. മറിച്ച് ഫാസിസത്തിന്റെ വളർച്ച മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇത് അറിയണം. എന്ന് പറഞ്ഞാല് നമ്മൾ പോലും ഇതിനെ ചെറുക്കണ്ട, ഈ പറയുന്ന ഫാസിസത്തെ ചെറുക്കണ്ട എല്ലാ തരത്തിലുള്ള സെക്യുലർ കക്ഷികളും പതുക്കെ പതുക്കെ അവർ ചെയ്തിട്ടുള്ള ഈ രക്തരൂക്ഷിതമായ പ്രവൃത്തികളെ, തെരുവിൽ ഒഴുക്കിയ രക്തത്തെ മറക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. അവരെയും ഈ ജനാധിപത്യത്തിന്റെ പ്ലേ ഗ്രൗണ്ടിലെ ഒരു കക്ഷിയായിട്ട് എല്ലാവരും പതുക്കെ പതുക്കെ അംഗീകരിച്ചു തുടങ്ങി. ഇത് അവരുടെ വലിയ വിജയമാണ്. ഇത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമായിട്ട് നമ്മൾ കാണണം. അതിന്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ 48 അല്ലെങ്കിൽ 48 ഫെബ്രുവരി 4 RSS നിരോധിക്കപ്പെടുന്നതിന്റെയും അത് പുഞ്ചിരിയോടെയാണോ അതിജീവിച്ചത് എന്ന കാര്യത്തെയും കുറിച്ച് നമ്മൾ ഒന്ന് ചെറുതായിട്ട് അതിലൂടെ ഒന്ന് പോയതിന് ശേഷം ഇതിലേക്ക് വരാം. എന്ന് പറഞ്ഞാല് RSS ഇന്നും സാംസ്കാരിക സംഘടനയായിട്ടാണ് വീക്ഷിക്കപ്പെടുന്നത് അത് അവര് നിരന്തരമായി പറയുന്ന കാര്യം മാത്രമല്ല, പൊതുവെ സെക്യുലർ പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യരും RSSനെ ഒരു എതിർ സംഘടനയായിട്ട് മാത്രമായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് കണ്ടുവരുന്നതെന്ന് നമ്മൾ പരസ്പരം സംസാരിച്ചാൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അതൊരു സംഘടനയാണ്, അത് നമ്മൾ എതിർക്കേണ്ട സംഘടനയാണ്. പക്ഷേ അത് ജനാധിപത്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് ഫാസിസ്റ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്നല്ലാതെ ഇതിനൊരു ഭീകര സംഘടനയായിട്ട് നമ്മൾ കാണാൻ പലരും തയ്യാറല്ല. പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് ഹിന്ദുന്റെ ഒരു മാനസിക നിലയിൽ കഴിയുന്ന എല്ലാവരും അതിനൊരു സോഫ്റ്റ് കോർണർ കൊടുക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ രാഷ്ട്രീയത്തിന്റെ മാറ്റൊരച്ച് നോക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 48
ഫെബ്രുവരി 4-ന് ഇതിനെ നിരോധിക്കുന്നു. 3-ാം തീയതി രാത്രി എന്ന സർസംഘ ചാലക്ക് ഗോൾവാൾക്കർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. RSSന് പ്രകടമായ ഒരു ഫാസിസ്റ്റ് സ്വഭാവം കൊടുത്ത ഒരാൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഈ MS ഗോൾവാൾക്കർ ആണെന്ന് നമുക്കറിയാം. ഈ ഗോൾവാൾക്കറെയാണ് സവർക്കറെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുന്നത്, ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നത്. സവർക്കറെ മാർച്ചിലൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്. പിന്നത്തെ മാസമാണ് 48 മാർച്ചിലൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്. അതിനു മുമ്പ് RSSനെ നിരോധിക്കുകയും ഗോൾവാൾക്കറെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ നാഗ്പൂരില് ഡീറ്റൻഷനിൽ വെക്കും, കരുതൽ തടങ്കലിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് RSSന്റെ എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് അറസ്റ്റിലായ ഒരാളുടെ പേര് LK അദ്വാനി എന്നാണ്. അത് നമ്മൾ LK അദ്വാനിക്ക് ഇപ്പൊ എത്ര ഇപ്പൊ 98 96 വയസ്സായപ്പോ ശശി തരൂർ പോലും ഇത് ഓർക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഗാന്ധിവധത്തില് അറസ്റ്റ് ചെയ്യപ്പെട്ട ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് ഗാന്ധിവധത്തിന്റെ ഭാഗമായി RSS നിരോധിക്കപ്പെട്ടതിന്റെ ആ ചരിത്രം നോക്കിക്കഴിഞ്ഞാല് അന്ന് അറസ്റ്റിലായ മനുഷ്യന്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് ഒരു പേര് LK അദ്വാനി എന്നാണ്. അന്ന് LK അദ്വാനി രാജസ്ഥാനിലെ RSS പ്രചാരക്കായിട്ട്, RSSന്റെ പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹം നേരിട്ട് അതിൽ ഇൻവോൾവ് ചെയ്തു എന്നല്ല പറയുന്നത്, മറിച്ച് ഗാന്ധി വധത്തിന്റെ ഫലമായി അല്ലെങ്കിൽ RSS നിരോധിക്കപ്പെടുന്നതിന്റെ ഭാഗമായി അന്ന് പട്ടേൽ പുറത്തിറക്കിയ കമ്മ്യൂണിക്കെ വായിക്കുകയാണെങ്കിൽ അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സംഘടന എന്ന് പറയുന്നത് അത് കൊള്ളിവയ്പ് നടത്തുന്ന സംഘടനയാണ്, അത് അക്രമം അഴിച്ചുവിടുന്ന സംഘടനയാണ്, ലഹളയുണ്ടാക്കുന്ന സംഘടനയാണ്, അത് ഇന്ത്യൻ ജനജീവിതത്തിൽ അൺട്രസ്റ്റ് ഉണ്ടാക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ്. ഈ സംഘടന അവസാനം ആ പ്രവർത്തനങ്ങൾ വഴി ഗാന്ധിയുടെ കൊലപാതകത്തിൽ എത്തിക്കുന്ന തരം ഒരു സാംസ്കാരിക സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കുന്നതില് വളരെ പങ്കുവച്ച സംഘടനയാണെന്ന് പറഞ്ഞിട്ടാണ് നിരോധിക്കുന്നത്. അങ്ങനെ വളരെ കൃത്യമായി എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേൽ ഇതിനെ നിരോധിക്കുന്നത്. അല്ലാതെ ഒരു ലഹളയുടെ പേരിൽ തൽക്കാലം 2 ദിവസത്തേക്ക് നിരോധിക്കുകയല്ല ചെയ്യുന്നത്. അവരിപ്പൊ പറയുന്ന ഈ പുഞ്ചിരിയോടെ അതിജീവിച്ചു എന്ന് പറയുന്നതിന്റെ പ്രധാനമന്ത്രി തന്നെ വന്ന് പറയുമ്പോൾ ആ ചരിത്രം നമ്മളൊന്ന് നോക്കണം. പുഞ്ചിരിയോടെയാണോ അതിജീവിച്ചതെന്ന് നോക്കണം. അങ്ങനെയല്ല. 6 മാസം ഗോൾവാൾക്കർ ജയിലിൽ കടന്നു. 6 മാസം ജയിലിൽ കടന്ന പുറത്തു വിട്ടു. ആ കാലത്ത് നെഹ്റു കത്തെഴുതുന്നുണ്ട്, നമ്മള് ജനാധിപത്യ ഗവൺമെന്റ് ആയതിനാൽ, അന്ന് സർവകക്ഷി ഗവൺമെന്റ് ആണ്, തെരഞ്ഞെടുപ്പിൽ കൂടെ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് അല്ല. ആദ്യത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു സംവിധാനമായിരുന്നു. അതങ്ങനെ തെരഞ്ഞെടുപ്പിൽ കൂടെ ജയിച്ച അധികാരത്തിൽ കയറിയ ഗവൺമെന്റ് അല്ല. ആ ഗവൺമെന്റില് RSSന്റെ ഒരു രാഷ്ട്രീയ മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹിന്ദു മഹാസഭയുടെ ശ്യാമപ്രസാദ് മുഖർജിയും അതിൽ മന്ത്രിയാണ്. അപ്പോൾ നെഹ്റു പറഞ്ഞ 6 മാസം കഴിഞ്ഞാൽ പുറത്തു വിട്ടു, ഗോൾവാൾക്കറെ പുറത്തു വിട്ടു. പക്ഷേ നാഗ്പൂർ വിട്ട് പുറത്തു പോകാൻ പാടില്ല. നാഗ്പൂരിന്റെ അതിർത്തിയില് അദ്ദേഹത്തിനെ തടങ്കലിൽ വെക്കുകയാണ്, പ്രാദേശിക തടങ്കലിൽ വെക്കുകയാണ്. പുറത്തു പോകണമെങ്കിൽ ഒന്നുകിൽ മജിസ്ട്രേറ്റിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിന്റെ അനുമതി വേണം എന്ന നിബന്ധനയിലാണ് വെക്കുന്നത്. അപ്പൊ നെഹ്റു ഒരു കത്തിൽ പറയുന്നുണ്ട്, ഈ 6 മാസം കഴിഞ്ഞ് പുറത്ത് വിട്ടതിന്റെ കാരണം അയാൾ കുറ്റവിമുക്തനായതുകൊണ്ടല്ല, മറിച്ച് അന്ന് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ബ്രിട്ടീഷ് ആ നിയമസംഹിതയാണെന്ന് നമ്മൾ അനുസരിക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടില്ല, നമ്മുടെ പുതിയ നിയമസംഹിത ഉണ്ടാവുന്നില്ല. അപ്പൊ അത് പ്രകാരം കരുതൽ തടങ്കലിൽ വെക്കുന്നതിനൊരു ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി ലംഘിച്ച് വേണമെങ്കിൽ എനിക്ക് അറസ്റ്റ് ചെയ്തിടാം. പക്ഷെ അത് ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള അടിത്തറയ്ക്ക് അത് കേടുപറ്റിക്കും. അതുകൊണ്ടാണ് ഞാൻ അറസ്റ്റില് തുടരാത്തതെന്ന് പറയുന്നുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ജനാധിപത്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കാണിക്കണം. ഈ പ്രാക്ടീസ് ചെയ്ത് കാണിക്കുന്നത് ഒരുപക്ഷെ എതിരാളികളോടായിരിക്കും. പക്ഷേ ആ എതിരാളിയുടെ ഫാസിസ്റ്റ് സ്വഭാവം ആദ്യമേ മനസ്സിലാക്കിയ ഒരാൾ എന്നുള്ള നിലയിൽ അത് ആർക്കും ഈ നെഹ്റു പറയുന്നത് പോലും മനസ്സിലാവുന്നില്ല. നെഹ്റു വളരെ മുമ്പ് തന്നെ ഇതിന്റെ ഫാസിസ്റ്റ് സ്വഭാവം നിരന്തരമായി ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് പറയുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ ജനാധിപത്യ മൂല്യങ്ങളെ പരിരക്ഷിക്കുന്ന ഒരു ഇടം അല്ലെങ്കിൽ ആ അവസരമായിട്ട് ഇതിനെ വിനിയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇയാളെ പുറത്തു വിടുന്നതെന്ന് അയാൾ കത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഗോൾവാൾക്കർ വെറുതെ ഇരുന്നില്ല. ഗോൾവാൾക്കർ പട്ടേലിനെ പോയി കാണുന്നു. പട്ടേല് സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസിന്റെ ഉള്ളിലെ
ഒരു വലതുപക്ഷത്തോട് ചായ്വുള്ള അല്ലെങ്കിൽ ഒരു റൈറ്റ് ലീനിയൻസ് ഉള്ള നേതാവാണ് നമുക്കറിയാം. അപ്പൊ പട്ടേലായിട്ടാണ് കുറച്ചുകൂടി ആക്സസ് ഉള്ളത്. പക്ഷെ അതേസമയം തന്നെ പട്ടേലാണ് ഇവരെ നിരോധിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി ഇറക്കുന്നതെന്നും കൂടി ഓർക്കണം. പട്ടേലിനെ പോയി കാണുന്നു. പട്ടേൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന പട്ടേൽ നെഹ്റുവിന് എഴുതിയ കത്തിൽ അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഗോൾവാൾക്കർ എന്നെ വന്ന് കണ്ടിരുന്നു. നെഹ്റു അടുപ്പിച്ചില്ല. നെഹ്റു ഈ ഭാഗത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞു, അവിടെ മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ സംഭാഷണത്തിന്റെ ഉള്ളടക്കം കത്തായിട്ട് നെഹ്റുവിന് കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങള് ത്രിവർണ പതാകയെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ RSS ദേശീയ പതാകയെ അംഗീകരിച്ചിരുന്നില്ല. നമ്പർ 1, ഒന്നാമത്തെ പാഠം. ഇന്ന് ദേശീയ പതാകയുടെ വലിയ കുത്തകക്കാരായി അത് മുഴുവൻ ഞങ്ങളുടേതാണെന്നുള്ള മട്ടിൽ പെരുമാറുന്ന ഈ പറയുന്ന കക്ഷി ദേശീയ പതാക അംഗീകരിച്ചിരുന്നില്ല. 3 എന്ന് പറയുന്നത് 3 നിറാണ്. 3 എന്ന് പറയുന്നത് തന്നെ വലിയ എന്താ പറയാ ശുദ്ധി നിറഞ്ഞ നമ്പറാണെന്നാണ് ഗോൾവാൾക്കർ എന്ന ഓർഗനൈസറിൽ ലേഖനം എഴുതിയത്. അവര് പറഞ്ഞത് ജെറുവ ഫ്ലാഗ്, കാവിക്കൊടി, ശിവജിയുടെ ആ രണ്ടായി പിളർന്ന കൊടി കണ്ടിട്ടില്ലേ, ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളായിട്ടുള്ള ആ പതാകയാണ് ഇന്ത്യൻ പതാകയാക്കേണ്ടത് പറഞ്ഞിരുന്നത്. അപ്പോ ഇതായിരുന്നു ഒരു കണ്ടീഷൻ. നിങ്ങൾ ദേശീയ പതാക അംഗീകരിക്കണം. 2, നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ് RSS ചെയ്തിരുന്നത്. RSS എന്നും വാദിച്ചിരുന്നത്, അന്നായാലും ഇന്നായാലും ഒക്കെ വാദിച്ചിരുന്നത്, മനുസ്മൃതിയുടെ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതമായിട്ടുള്ള ഈ ഹിന്ദുക്കൾക്ക് അവരുടേതായിട്ടുള്ള ഒരു നിയമസംഹിത പ്രവർത്തിക്കുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്, നൂറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു ജീവിതം കെട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആ വ്യവസ്ഥകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മുഖ്യമായി വരേണ്ടത്. എന്ന് പറഞ്ഞാൽ സമത്വം, സ്വാതന്ത്ര്യ, സഹോദര്യം ഒന്നുമല്ല, മറിച്ച് മനുവിൻ്റെതോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബന്ദികളുടെയോ വിലക്കുകളുടെയോ ഒക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടതെന്നാണ് അവർ വാദിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ കണ്ടീഷനായിട്ട് വെച്ചത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ അംഗീകരിക്കണം, അല്ലാതെ നിങ്ങളുടെ നിരോധനം പിൻവലിക്കില്ല. അപ്പൊ ഇവര് അവസാനം നിവൃത്തിയില്ലാതെ ഇത് രണ്ടും എഴുതി കൊടുത്തു. ഗോൾവാൾക്കർ ഞങ്ങൾ ഇന്ന് മുതല് ദേശീയ പതാക അംഗീകരിക്കാം, ഇന്ന് മുതല് ഭരണഘടനാ അസംബ്ലിയെ അംഗീകരിക്കാം എഴുതി കൊടുത്തു. എന്നിട്ട് നിരോധനം പിൻവലിച്ചു ഇല്ല. അവര് പറഞ്ഞു, പ്രത്യേകിച്ച് നെഹ്റു ഇൻസിസ്റ്റ് ചെയ്തു, ആദ്യം നിങ്ങൾ ജനാധിപത്യ സംഘടനയാണ് തെളിയിക്കണം. നിങ്ങളെ ഇപ്പൊ നോക്കുമ്പോ ഒരു സർസംഘ് ചാലക്ക് മാത്രമേ നിങ്ങൾക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഗോൾവാൾക്കർ മാത്രം കാണാനുള്ളൂ, പുറത്തേക്ക് വിസിബിലിറ്റി ഉള്ളൂ. അതിലാരൊക്കെ പ്രവർത്തിക്കുന്നു ഒരാൾക്കും അറിയില്ല. അംഗത്വ രജിസ്റ്റർ ഇല്ല. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഗോഡ്സെ കോടതി പറഞ്ഞത് ഞാൻ RSS ആയിരുന്നു എന്നാണ്. RSS ആണെന്നല്ല, RSS ആയിരുന്നു എന്നാണ്. ഒരുപാട് ആൾക്കാർ പിന്നീട് തെളിവ് സഹിതം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സമയത്ത് തൂക്കിലേറ്റുന്ന സമയത്തും ഗോഡ്സെ RSSൽ പ്രവർത്തിച്ചിരുന്നു എന്ന തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗാന്ധി വധത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗോഡ്സെയുടെ അനിയൻ, വിനായക് ഗോഡ്സെയുടെ അനിയൻ ഗോപാൽ ഗോഡ്സെ പിൽക്കാലത്ത് ഫ്രണ്ട് ലൈനിൽ കൊടുത്ത അഭിമുഖത്തില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 4 സഹോദരന്മാരും RSSന്റെ ഉള്ളിലാണ്, വീട്ടിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അയാളോട് അന്ന് അരവിന്ദ് രാജഗോപാൽ ചോദിക്കുന്നുണ്ട്, എന്താ അദ്വാനിയാണെന്ന് അദ്വാനിക്ക് എന്താ പറയാത്തത്? അയാൾ ഭീരുവായിട്ടാണ് അത് പറയാത്തതെന്ന് പറയുന്ന അഭിമുഖവും നമ്മൾ കാണണ്ടായി. എന്ന് പറഞ്ഞാൽ അന്ന് കോടതിയിൽ കൊടുത്ത ഈ മൊഴി RSSനെ രക്ഷിക്കാണ്. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നിരോധനത്തെയൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും അത് നിതാന്തമായ നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ ഈ ഒരു മൊഴികാരനാണ്. ഞാൻ RSSകാരനായിരുന്നു എന്നാണ് പറഞ്ഞത്. RSSന് ഒരു അംഗത്വ രജിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് അവിടെ പരിധിയെ കിട്ടില്ല. അത് രഹസ്യ സംഘടനയാണ്, അത് ഒളി സംഘടനയാണ്. എല്ലാ ഭീകര സംഘടനയെ പോലെ അത് ഇരുട്ടിൽ പാർക്കുന്ന, ചരിത്രത്തിന്റെ ഇരുട്ടിൽ ഇങ്ങനെ സമയം നോക്കി പതിയിരിക്കുന്ന ഒരു സംഘടനയാണ് എന്ന കാര്യം നെഹ്റുവിന് വളരെ വിശദമായിട്ട് അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നെഹ്റു പറഞ്ഞു, നിങ്ങൾ ഒരു ഭരണഘടന ഉണ്ടാക്കണം. അതില് ആരാണ് പ്രസിഡന്റ്, ആരാണ് എന്ന് പറഞ്ഞാല് ബാക്കി സംഘടന പോലെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പൊതുജനം അറിയണം, പൊതുമണ്ഡലം അറിയണം, അല്ലെങ്കിൽ ആ ഭരണകൂടങ്ങൾ അറിയണം.
അങ്ങനെ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അംഗീകാരം നൽകുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അവര് ബാലാസാഹബ് ദേവരസ് വിളിക്കുന്ന പിൽക്കാലത്ത് മൂന്നാമത്തെ സർസംഘചാലകായ ദേവരസിനെ അധ്യക്ഷനാക്കി വെച്ചിട്ട് ഒരു സമിതി ഉണ്ടാക്കുന്നു. ആ സമിതി ഒരു ഘടന എഴുതി ഉണ്ടാക്കുന്നു. ഇത് ഗവൺമെന്റിന് സമർപ്പിക്കുന്നു. അവര് തള്ളിക്കളയുന്നു. വീണ്ടും അവര് നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ട് വീണ്ടും ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നു. ഈ ഭരണഘടന അല്ലേ പ്രധാനപ്പെട്ട ഒരു കാര്യം, 18 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് RSS പ്രവർത്തിക്കണമെങ്കിൽ അച്ഛനും അമ്മയും എഴുതി കൊടുക്കണം. അതിലൊരു കണ്ടീഷനാണ്, അച്ഛനും അമ്മയും മാതാവും പിതാവും അനുമതി കൊടുത്താൽ മാത്രമേ 18 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് RSS പ്രവർത്തിക്കാൻ പറ്റൂ. മാത്രല്ല, അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ മാതാവിനും പിതാവിനും തോന്നുകയാണ് ഒരു ദിവസം ഈ RSS പോകുന്നത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവര് എന്റെ മകനെ ഈ RSS പിൻവലിക്കണം എന്ന് എഴുതി കൊടുത്താല് അത് ഈ കുട്ടിയെ വിടുതി ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അംഗീകരിക്കണം. ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷമാണ് താൽക്കാലികമായിട്ട് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുന്നത് RSS. താൽക്കാലികമായി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നത് ഈ താൽക്കാലികമായ ഉത്തരവിലാണ്, അനുമതിയുടെ പുറത്താണ്. കാരണം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോ പ്രവർത്തനാനുമതി തരുന്നു, പക്ഷേ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ, ഗവൺമെന്റ് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് സ്റ്റേറ്റിനോ സെന്ററിനോ ഈ സംഘടനയെ നിരോധിക്കാൻ സാധിക്കുന്നതാണ്. വേറെ പ്രത്യേകിച്ച് അന്വേഷണം വേണ്ട, നിങ്ങൾ ഇത് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് 100-ാം വർഷം ഗാന്ധി ജനിച്ച അതേ ദിവസം ആ സംഘടന 100 വർഷം പൂർത്തിയാകുമ്പോ ഈ പറയുന്ന നമ്മുടെ ഭരണ തലവൻ വന്നിട്ട് നമ്മളോട് പറയുന്നു, ഇത് മഹത്തായ ഒരു സംഘടനയാണ്. ആരും തിരിച്ചു ചോദിക്കുന്നില്ല. നമ്മളൊക്കെ ഇത് കേട്ടു നിൽക്കുന്നു. നമുക്ക് RSS നമുക്ക് ഒരു എതിർ സംഘടനയാണെന്നറിയാം, അതിന്റെ പ്രവർത്തനം ശരിയല്ല എന്നറിയാം. പക്ഷെ ഇത് ചോദിക്കുന്നില്ല. ഈ നിരോധിക്കപ്പെട്ടത് ഇപ്പൊ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? താൽക്കാലികമായ ഒരു പ്രവർത്തനാനുമതിയിലല്ലേ അത് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയി തീർന്നത്? ഒരാളും ചോദിക്കാനില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ മറവിയുടെ ആ വളവും വെള്ളവും ഉപയോഗിച്ചു കൂടിയാണ് ഒരു ഫാസിസം വളരുന്നതെന്ന് മനസ്സിലാക്കണം. അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം മാത്രമല്ല, നമ്മുടെ മറവിയുടെ ജാഗ്രത കുറവിന്റെ ആ പറയുന്ന വെള്ളവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അത് പടർന്നു പിടിച്ചതെന്നറിയാം. അപ്പൊ ഫാസിസത്തിനെ നേരിടണമെങ്കിൽ ഒന്ന് അതിന്റെ ഹിസ്റ്ററി നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ജനകീയ ചരിത്രത്തിന്റെ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാല് അതില് വലിയ തരത്തിലുള്ള വിടവുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചരിത്ര ജ്ഞാനം ഇങ്ങനെ വളരെ ഒരു സ്മൂത്തായി ഒഴുകുന്ന തരത്തിലല്ല ജനാധിപത്യ ചരിത്രം, പ്രത്യേകിച്ച് ഇലക്ഷന് ശേഷമുള്ള ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ഉണ്ടാക്കി. അത് അത്തരത്തിലുള്ള ഒരു രീതിയിലല്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നീട് എങ്ങനെ ഇത് വളർന്നു, ഇത്രയും ഈ പറയുന്ന പോലെ വളരെ കഷ്ടപ്പെട്ട് തിരിച്ചു വന്ന 1.5 വർഷം പുറത്ത് നിന്ന് തിരിച്ചു വന്ന സംഘടന. ആ സമയത്താണ് ABVP ഉണ്ടാക്കുന്നുണ്ട്. പാരലായിട്ട് ബൽരാജ് മധോക് എന്ന് പറയുന്ന ആള്, ജമ്മു കാശ്മീരിൽ നിന്ന് വന്ന അധ്യാപകൻ, ABVP ഉണ്ടാകുന്നത് RSSന്റെ വിദ്യാർത്ഥി വിഭാഗം എന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് RSS നിരോധിക്കപ്പെട്ടപ്പോ അതിലെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും പ്രവർത്തിക്കാൻ വേണ്ടി പുതിയൊരു അവന്യൂ ഉണ്ടാക്കി കൊടുക്കുകയാണ് ബൽരാജ് മധോക് ചെയ്തത്. ABVP എന്ന് പറയുന്ന പുതിയൊരു സംഘടന ഉണ്ടാക്കുന്നു, അഖിൽ ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന് പറയുന്നു. അപ്പൊ RSS നിരോധിക്കപ്പെട്ടെങ്കിലും അതിൻ്റെ ഉള്ളിലെ സ്റ്റുഡൻസിന് ഇതിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള അഭ്യാസങ്ങൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധിയുടെ വധത്തിന് ശേഷം ഹിന്ദു മഹാസഭ പുറന്തള്ളപ്പെട്ടു. സവർക്കറുടെ വീട് പോലും ആക്രമിക്കപ്പെട്ടു. അവരൊക്കെ ജനശത്രുക്കളായിട്ട് മനുഷ്യര് വിധി എഴുതി. സവർക്കറുടെ വീട് ആക്രമിക്കാൻ വരുമ്പോ അന്ന് ഗാന്ധിമതം അന്വേഷിക്കുന്ന ജിമ്മി നാഗർവാല എന്ന് പറയുന്ന പോലീസുകാരനാണ് അന്ന് രക്ഷിക്കുന്നത്. അത്രയധികം ജനരോഷം ഉണ്ടാവുന്നു. ഗോഡ്സെയുടെ വീടൊക്കെ അടിച്ച് തകർക്കുന്ന ആളുകൾ. ഇലക്ഷന് ഹിന്ദു മഹാസഭയുമായി പോയാൽ ഒരു രക്ഷയുമില്ല എന്ന് കണ്ടിട്ട് RSS അതിന്റെ നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കാൻ ശ്യാമപ്രസാദ് മുഖർജിയെ നിയോഗിക്കുന്നു.
അതിനുള്ളിലേക്ക് 4-5 കേഡർമാരെ വിട്ടുകൊടുക്കുന്നു. ബൽരാജ് മധോക്കും ദീൻദയാൽ ഉപാധ്യായും ഒക്കെ ഉള്ള ആൾക്കാരെ, വാജ്പേയി അടക്കമുള്ള ആൾക്കാരെ, അദ്വാനി അടക്കമുള്ള ആൾക്കാരെ അതിൻ്റെ ഉള്ളിലേക്ക് നിയോഗിക്കുന്നു. അവരൊരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുന്നു. ഈ രാഷ്ട്രീയ സംഘടനയുടെ ചർച്ച നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നത് ശ്യാമപ്രസാദ് വളരെ നിർബന്ധിച്ച് പറയുന്ന ഒരു കാര്യം, നിർബന്ധപൂർവം പറയുന്ന ഒരു കാര്യം, ഹിന്ദു എന്നുള്ള പേര് ഇതിൽ പാടില്ല. കാരണം ഹിന്ദു എന്നുള്ള പേര് വന്ന ആൾക്കാർ കല്ലെറി, ആൾക്കാര് നമ്മളെ വീണ്ടും മാർജിനലൈസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഹിന്ദു എന്നുള്ള, ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ആശയവും ഹിന്ദു എന്നുള്ള ഒരു പ്രത്യക്ഷ പ്രമേയവും ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഭാരതീയ, അല്ലെങ്കിൽ അത് സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കിയ ഈ നാഷണാലിറ്റിയെ, ദേശീയ ബോധത്തെ ഉപയോഗിക്കാന്ന് പറയാണ്. അങ്ങനെയാണ് അത് ഭാരതീയ ജനസംഘ ആവുന്നത്. ഹിന്ദു, അതിനു മുമ്പ് ഹിന്ദു മഹാസഭയായിരുന്നു, സകലയിടത്തും ഹിന്ദുത്വ എന്ന് പറഞ്ഞിരുന്നു. ഹിന്ദു എന്ന് പറയുന്ന വാക്കിനെ വലിയ അഭിമാനപൂർവ്വമാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ RSS തൊട്ട്, അല്ലെങ്കിൽ ഈ 51-52 തൊട്ട് ഇതുവരെയുള്ള ചരിത്രത്തില് അവരൊറ്റ സംഘടനയ്ക്ക്, വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കൊഴികെ ഒരിടത്തും ഹിന്ദു എന്ന് പ്രയോഗിച്ചിട്ടില്ല. ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സംഘപരിവാർ സംഘടനകൾ ഒന്ന് നോക്കിയ ഒരെണ്ണത്തിന്റെ പുറത്തും ഹിന്ദു എന്നല്ല, വിശ്വ ഹിന്ദു പരിഷത്തിന് മാത്രമാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് ഇവരുടെ നേരിട്ടുള്ള ഒരു സംഘടനയായിട്ടല്ല, മറിച്ച് അത് ചിന്മയാനും സന്യാസിമാരുടെ ഒരു സംഘടന, RSSും ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംയുക്ത സംഘടനയാണ്. അതിന് മാത്രമേ വിശ്വ ഹിന്ദു പരിഷത്താണ്. ബാക്കി മുഴുവൻ ഭാരതീയ മസ്ദൂർ സംഘാണ്, അല്ലേ? അല്ലാതെ ഹിന്ദു സംഘമൊന്നുമല്ലല്ലോ. ഭാരതീയ മസ്ദൂർ സംഘാണ്, ഭാരതീയ ജനസംഘാണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്. എല്ലായിടത്തും ഭാരതീയ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവയ്ക്കുന്നു. അത് പതുക്കെ പതുക്കെ ഹിന്ദു എന്ന് പറയുന്ന പദത്തിന് പകരാവുന്നു. നാഷണാലിറ്റി എന്ന് പറയുന്നത്, നാഷണൽ കൾച്ചർ എന്ന് പറയുന്നത് ഹിന്ദു കൾച്ചറായിട്ട് പതുക്കെ പതുക്കെ അതിന്റെ ഉള്ളടക്കത്തെ മാറ്റുന്ന ഒരു പ്രോസസ്സിലേക്ക് അവർ പോകുന്നു. ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 51-52 ഇലക്ഷന് 3% വോട്ടാണ് ഈ 3 കക്ഷികൾ കൂടിയിട്ട്. ഒറ്റ കക്ഷിയല്ല, ഭാരതീയ ജനസംഘവും പഴയ ഹിന്ദു മഹാസഭയും സന്യാസിമാരെ പാർട്ടിയായിട്ട് യോഗി ആദിത്യനാഥിന്റെ മുൻഗാമിയായിരുന്ന കർപ്പത്രി മഹാരാജാവിന്റെ രാമരാജ്യ പരിഷത്തൊക്കെ ചേർന്ന് 10 സീറ്റ്, അത്രയേ ഉള്ളൂ. പക്ഷെ അന്നും വിവേകമുള്ള മനുഷ്യര്, പ്രത്യേകിച്ച് നെഹ്റു, ഒരു വലിയ തരത്തിൽ ഇവരെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നെഹ്റുവിനോട് ആ കാലത്ത് 2 ഇൻസിഡന്റ് ഉണ്ട്. ഒന്ന് കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ, രണ്ടാമത്തത് ഒരു ഫോറിൻ വിദേശ പത്രലേഖൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നെഹ്റു വളരെ വിശദമായിട്ട് പറയുന്നത്, നെഹ്റുവിനോട് ചോദിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ നിങ്ങളുടെ എതിരാളി, AKG ആണല്ലോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്, നാളെ കോൺഗ്രസിന് ഒരു ഭീഷണിയായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തമാശയൊക്കെ പറഞ്ഞ് നെഹ്റു എന്നെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് വേറെ ഏതാണെന്നൊക്കെ ചോദിച്ച്, അങ്ങനെ ഇരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് വളരാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കിയതിന് ശേഷം വളരെ സീരിയസ് ആയിട്ട് ഒരു മറുപടി പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മറ്റേതെങ്കിലും പാർട്ടിയോ അല്ല നമ്മുടെ ജനാധിപത്യത്തിന് എതിരാളിയാവും. ഈ ഇരിക്കുന്ന 10 ആൾക്കാരാണ്. നിങ്ങളിപ്പോ അവരെ പറ്റി മിണ്ടില്ല. കാരണം 3% വോട്ട് വാങ്ങിച്ച് ഏതാണ്ട് 10 സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവ്. അന്ന് കോൺഗ്രസിന്റെ സീറ്റുകളുടെ ടാലി ഒക്കെ നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു ശതമാനം വോട്ട് വാങ്ങിയിരിക്കുന്ന ഈ മനുഷ്യരാണ് ഇന്ത്യയുടെ എതിരാളി, ജനാധിപത്യത്തിന്റെ എതിരാളി. അവര് എന്തെങ്കിലും പവറിൽ വരികയാണെങ്കിൽ ഇന്ത്യ വിൽ സർവൈവ്, ഇന്ത്യ അതിജീവിക്കും. ഇന്ത്യയുടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ചിലതരം സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അതിനൊക്കെ മറികടക്കും. പക്ഷെ ഇവരുണ്ടാക്കുന്ന പരിക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ രാജ്യത്തിന് കുറെ പാടുപെടേണ്ടി വരും എന്ന് പറയാം. ഇന്ന് തകർന്നടിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പറയുന്നതാണ്. ഇവർ അവിടെ നിന്നാണ് വളർന്നത്. അവിടെ നിന്ന് വളർന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ എലക്ഷൻ ഹിസ്റ്ററി വന്നതിന് ശേഷം ഇവരെ വളർത്തിയതിൽ ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ പാർട്ടികൾക്കും പങ്കുണ്ട്. എല്ലാ പാർട്ടികൾക്കും, ഒരെണ്ണത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്ക് മാത്രമല്ല. ഒരു കാര്യം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉദാഹരണമായിട്ട് മതത്തിന് ഇലക്ഷൻ ഉപയോഗിക്കാമെന്ന് ആദ്യം കാണിച്ചു കൊടുക്കുന്ന കോൺഗ്രസ് ആണ്. ഇവർക്ക് അതായത് വഴിമുട്ടി നിൽക്കുമ്പോൾ എവിടേക്ക് പോകണം എന്നറിയാതെ ഈ നിരോധനമൊക്കെ കഴിഞ്ഞിട്ട് ഇവരെങ്ങനെയെങ്കിലും മുഖ്യധാരയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് ഉത്തർപ്രദേശിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്.
1932 തൊട്ട് കോൺഗ്രസിന്റെ ഉള്ളിലെ ഗ്രൂപ്പായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി. നിങ്ങൾക്ക് അറിയാം, രാം മനോഹർ ലോഹിയും ജയപ്രകാശ് നാരായണനും അരുണ ആസഫ് അലിയും ആചാര്യ നരേന്ദ്രദേവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു അച്യുത് പട്വർദ്ധൻ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് കോൺഗ്രസിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്നത്തെ പോലെ ഗ്രൂപ്പീസ് അല്ല അത്, മറിച്ച് ഗാന്ധിജി തന്നെ അംഗീകരിച്ച ഗാന്ധിജിയുടെ ആശീസ്സോടെ അതിനുള്ളിൽ പ്രവർത്തിച്ചിരുന്നു. ഇവിടെ നമുക്കറിയാം അബ്ദുറഹ്മാനും EMS ഒക്കെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവര് 32 തൊട്ട് കോൺഗ്രസിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആചാര്യ നരേന്ദ്രദേവ് ആണെങ്കിൽ ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. 36 പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള പ്രവിശ്യ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരികയാണ്. അന്ന് UP എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് അല്ല, യുണൈറ്റഡ് പ്രോവിൻസസ് ആണ്, ഐക്യ സംസ്ഥാനങ്ങളാണ്. ഉത്തരാഞ്ചലും പിന്നെ മധ്യപ്രദേശിന്റെ ഒരു ഭാഗമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ്. അവർ അധികാരത്തിൽ വരും. അപ്പോ ആചാര്യ നരേന്ദ്രദേവാണ് യഥാർത്ഥത്തിൽ അവിടെ മുഖ്യമന്ത്രി ആവുന്നത്, സ്വാഭാവികമായിട്ട് നേതാവ് എന്നുള്ളതല്ല. പക്ഷെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഗ്രൂപ്പ് അന്നൊരു തീരുമാനം എടുത്തു, നമ്മൾ ആരും ഭരണ സ്ഥിരാകേന്ദ്രത്തിലേക്ക് കടന്നിരിക്കുന്നില്ല, അംഗമായിട്ടിരിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാല് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഒന്നും ആവാൻ നമ്മള് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള തീരുമാനമാണ് ലോഹിയും കൂട്ടരൊക്കെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആചാര്യ നരേന്ദ്രദേവ് എന്ന് പറയുന്ന വലിയ നേതാവ് ഉത്തർപ്രദേശില് മാറി നിൽക്കുകയും അതിന്റെ ആ ഭാഗത്തേക്ക് ഗോവിന്ദ് വല്ലഭ് പന്ത് എന്ന് പറയുന്ന GB പന്ത് കടന്നിരിക്കുകയും ചെയ്തു. 47 എത്തുമ്പോ സോഷ്യലിസ്റ്റ് പാർട്ടി വേറെ പാർട്ടിയൊക്കെ നിശ്ചയിക്കാൻ, ഇതുവരെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു, അത് വേറൊരു പാർട്ടിയായിട്ട് മത്സരിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിക്കാൻ. അങ്ങനെ വിട്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ ലോഹ്യ പറഞ്ഞു, നമ്മള് കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, അവരെല്ലാവരും രാജിവെച്ചിട്ട് ആദ്യ തെരഞ്ഞെടുപ്പിനെ നേരിടണം. അങ്ങനെ ആചാര്യ നരേന്ദ്രദേവ് MLA സ്ഥാനം രാജിവെക്കുന്നു. ഫൈസാബാദിൽ, അദ്ദേഹം ജയിച്ച ഫൈസാബാദില് വീണ്ടും മത്സരിക്കാൻ പോകുന്നു. ഫൈസാബാദ് നിങ്ങൾക്കറിയാം, അയോധ്യ ഉൾപ്പെട്ട സ്ഥലമാണ്, അയോധ്യ ഉൾക്കൊള്ളുന്ന നിയോജക മണ്ഡലമാണ്. അവിടെ ആചാര്യ നരേന്ദ്രദേവ് മത്സരിക്കാൻ പോകും. സ്വാഭാവികമായിട്ടും വലിയ നേതാവാണ്, വലിയ സ്റ്റാച്ചർ ഉള്ള ഒരു നേതാവാണ്, വലിയ ആദർശവാനായ നേതാവാണ്. അന്ന് ആദർശങ്ങൾ വിലപ്പോകുന്ന ഒരു കാലമാണ്. സ്വാഭാവികമായിട്ട് ആചാര്യ നരേന്ദ്രദേവ് അവിടെ ജയിച്ചു വരണം. GB പന്ത് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടുത്തെ ഒരു സന്യാസിനെ, ഏതോ ഒരു ആശ്രമത്തിൽ നിന്ന് ബാബ രാഘവദാസ് എന്ന് പറയുന്ന സന്യാസിനെ പിടിച്ച് നരേന്ദ്രദേവിന്റെ എതിരാളിയായിട്ട് നിർത്തുകയാണ്. അവിടെ തർക്കം നിലനിൽക്കുന്നുണ്ട്, ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് ആ പ്രശ്നം തീർന്നതാണ്. 1885 കോടതി വിധിയോട് കൂടിയിട്ട് ബാബറി മസ്ജിദ് പ്രശ്നം അവസാനിച്ചതാണ്. ബാബറി മസ്ജിദിന്റെ പുറത്ത് ഇവര് അവകാശപ്പെട്ട എല്ലാ തർക്കങ്ങളും 1885 ആ കോടതി വിധിയോടെ അവസാനിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ ബാബ രാഘവദാസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അദ്ദേഹം ഇലക്ഷൻ പ്രചരണം നടത്തുന്നത് തുളസി ഇല വീട്ടിൽ കൊണ്ടു കൊടുക്കുക, രുദ്രാക്ഷമാല കൊടുക്കുക. ഇപ്പുറത്താവട്ടെ വലിയ സ്റ്റാൾവാർഡ്സ് ആണ് വരുന്നത്. ആരാ വരുന്നത്? ലോഹ്യ, ആചാര്യ നരേന്ദ്രദേവിന് വേണ്ടി പ്രവർത്തിക്കാൻ. സപ്തക്രാന്തി, 7 വിപ്ലവങ്ങളാണ് സംസാരിക്കുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള ജെൻഡർ ഇൻഇക്വാലിറ്റി അവസാനിപ്പിക്കുന്നു, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇൻഇക്വാലിറ്റി അവസാനിപ്പിക്കുന്നു, സമ്പദ് വ്യവസ്ഥ ഒരു സമത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയ ആദർശങ്ങൾ ഇപ്പുറത്ത് സംസാരിക്കുന്നു. അപ്പുറത്ത് ഇയാൾ തുളസിമാല കൊടുത്ത് ജയ് ശ്രീറാം പറഞ്ഞിട്ട് എല്ലാ വീട്ടിലും കേട്ടു. ഇലക്ഷൻ കഴിഞ്ഞപ്പോ 1000 ചില്ലാ നോട്ടിന് ആചാര്യ നരേന്ദ്രദേവ് തോൽക്കാൻ. ഈ നോക്കിയിരിക്കുന്ന ഹിന്ദു മഹാസഭയ്ക്കും RSSന് നിരോധനം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് പുറത്ത് വരിക എന്നുള്ളതിന് വലിയ മാർഗം ആര് കാണിച്ചു കൊടുക്കുന്നു? ഈ ഗോവിന്ദ് വല്ലഭ് പന്ത് എന്ന് പറയുന്ന UPയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി കാണിച്ചു കൊടുക്കുന്നു. അന്ന് നെഹ്റു എഴുതിയ കത്തുണ്ട്, അലഹബാദാണ് എന്റെ ജന്മദേശമെങ്കിലും UP എനിക്ക് വിദേശ രാജ്യം പോലെ ആയിരിക്കുന്നു. ആ മനുഷ്യർ എന്താ ചെയ്യുന്നെന്ന് അവർക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഒരു കരച്ചിലും ദേഷ്യവും സങ്കടവും ഒക്കെ നിറഞ്ഞ ഒരു കത്ത് ഇയാളൊരു സഹപ്രവർത്തകൻ എഴുതുന്നുണ്ട്. അപ്പൊ എനിക്ക് അവരോട് എന്തെങ്കിലും സംസാരിക്കാൻ തന്നെ ഇല്ലാത്ത വിധം ഞാനും അവരും അകന്നിരിക്കുന്നു. UPയിലെ ഈ GB പന്തൊക്കെ നയിക്കുന്ന ഈ വിഭാഗമായിട്ട് അകന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അവർക്ക് വഴി കാണിച്ചു കൊടുക്കും. പിന്നെ എന്ത് സംഭവിക്കുന്നു? 49 ഡിസംബർ 22 ആയപ്പോ അബ്രാം ദാസ് എന്ന് പറയുന്ന പൂജാരി ഈ പറയുന്ന ബാബ രാഘവദാസിന്റെ ഒക്കെ പിന്തുണയോടെ
ഒരു രാമവിഗ്രഹം എടുത്തിട്ട് ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ ചാടി കിടന്നിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നു. പിറ്റേ ദിവസം തൊട്ട് അത് തർക്കമന്ദിരമായിട്ട് തീരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പള്ളി തർക്കമന്ദിരമാക്കി തീരുന്നു. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് മലയാളിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. കെ നായർ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അതിൻ്റെ ഉള്ളില് വലിയ പ്ലേ ചെയ്ത ഒരാൾ. നെഹ്റു അതെടുത്ത് തോട്ടിക്കളയാൻ പറഞ്ഞാണ്. ആ വിഗ്രഹം എടുത്തിട്ട് സരയൂ നദിയിൽ എറിയാൻ പറയുന്നു, പിടിച്ചു വെക്കുന്നു. മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് പിടിച്ചു വെക്കുന്നു. കുറച്ച് കളി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജോലി രാജിവെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ 2 പ്രാവശ്യം MP ആയി, അദ്ദേഹം 1 പ്രാവശ്യം MP ആയി. കണക്കറ്റ സ്വത്തുക്കൾ ഫൈസാബാദില് അദ്ദേഹത്തിന് ലഭിക്കുന്നു. അടിയന്തരാവസ്ഥ വന്നതോടുകൂടിയോ രാജമാർഗം തെളിയും. അടിയന്തരാവസ്ഥ വരുന്നു. ജയപ്രകാശ് നാരായൺ പോലെ RSSനെ ഏറ്റവും എതിർത്തിരുന്ന ആളെ ഏറ്റവും വിശ്വസ്തരായ ആളുകളായിട്ട് RSS മാറുന്നു. ജനതാ പാർട്ടിയിൽ ആവുന്നു. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന ചരിത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 48-ൽ ഈ മാർജിനലൈസ് ചെയ്ത് പുറത്തിട്ടിരുന്ന കക്ഷി അവര് ആ അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ മാനിഫെസ്റ്റോകളും അവരുടെ പുസ്തകങ്ങളും വായിക്കുകയാണെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഒരിക്കലും വെള്ളം ചേർത്തില്ല. അവര് നിരന്തരം, ഞാൻ പറഞ്ഞില്ല 51-ലെ മാനിഫെസ്റ്റോ 57-ലെ മാനിഫെസ്റ്റോ എടുത്ത് നോക്കി മോഡി നടപ്പാക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇക്വേറ്റ് ചെയ്യാം. ആ തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ വില്ല് ഒരു തരത്തിലും അത് ഡൈല്യൂട്ട് ചെയ്യാതെ അവർ പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, അവര് ജിന്നയുടെ മുസ്ലിം ലീഗ് ആയിട്ടാണ് ആദ്യം സവർക്കറുടെ ഹിന്ദു മഹാസഭ അലയൻസ് ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിക്കണം. മുസ്ലിങ്ങളെ കണ്ടാ കൊല്ലണമെന്ന് പ്രസംഗിക്കുന്നു, പക്ഷെ സിന്ധിലും ബംഗാളിലും നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസിലും ഇവര് ജിന്നയുടെ മുസ്ലിം ലീഗ് ചേർത്ത് ഭരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് സവർക്കർ പറഞ്ഞൊരു ന്യായമുണ്ട്. നിങ്ങൾക്ക് കസേര കയറിയിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ചെലുത്താനായിട്ടും കൂടാമെന്ന് പറയുന്ന അവരുടെ ഒരു സ്ട്രാറ്റജി അത് നിരന്തരമായി പറയുന്ന ജനസംഘവും BJPയും ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. മാത്രല്ല ഇതിന്റെ ഒക്കെ റിസൾട്ട് അവര് വലിയ വലുതാവും. ഈ പറയുന്ന ഈ സഖ്യകക്ഷി എന്ന് പറയുന്നത് ഇല്ലാതാവും. അല്ലേ? മായാവതി എവിടെ പോയി? അവര് സഖ്യം ചെയ്യുന്ന കക്ഷികള് ജനതാ പാർട്ടി രൂപീകരിക്കുമ്പോ ഒരുപാട് 3-4 കക്ഷികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ചരൺ സിംഗിന്റെ ലോക്ദള് വലിയൊരു കക്ഷിയായിരുന്നു. അന്ന് 70 സീറ്റോ മറ്റോ ആ ഗ്രൂപ്പിന് കിട്ടിയിരുന്നു. എവിടെ പോയി? എല്ലാം ഇല്ലാതാക്കുന്ന തരത്തില് അവരെല്ലാത്തിനെയും പിഴിഞ്ഞു വളരുന്ന ഒരു തരത്തില് അങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് പൊളിറ്റിക്സ് ആണ് ഒരു സ്ഥിരം ഹൈപ്പർ മാർക്കറ്റ്. നിങ്ങൾക്ക് അറിയാം പൊളിറ്റിക്സ് അല്ലെ? സൂപ്പർ മാർക്കറ്റ് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ അങ്ങോട്ട് പോവില്ല, എനിക്ക് ഇവിടുന്ന് കട മേടിക്കാൻ വേറെ കടയുണ്ട് അല്ലെ? ഞാൻ ഇന്നലെ വരെ പച്ചക്കറി വെച്ചിരുന്ന കടയുണ്ട്, പലചരക്ക് വെച്ചിരുന്ന കടയുണ്ട്, ബാക്കിയുണ്ട്, എല്ലാം എനിക്ക് കിട്ടും. പിന്നെ എന്തിനാ അവിടെ ഒരു വലിയ മുതലാളി വന്നിട്ട്, വലിയൊരു കോർപ്പറേറ്റ് വന്നിട്ട് വലിയ ഹൈപ്പർ മാർക്കറ്റ് സ്ഥാപിക്കുന്നു? കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കാണും അല്ലെ? നമ്മൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ചെന്നിരിക്കുന്നു അല്ലെ? കാരണം എന്താ? പൈസ കുറവാണ് സോപ്പിന്. പക്ഷെ അവിടെ അതന്നെ നടക്കുന്നത്. 50 പൈസ സോപ്പിന് കുറവെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അവിടെ. കുറച്ച് കഴിയുമ്പോ ചുറ്റുവട്ടത്തെ നമ്മള് വാങ്ങിച്ചിരുന്ന പലചരക്ക് കട കാണാതാവും. ഒരു വെപ്പം ഉണ്ടാവില്ല അല്ലെ? നമ്മൾ പച്ചക്കറി മേടിച്ചിരുന്ന ആ കട കാണാതാവും. നമുക്കൊരു പ്രയാസമില്ല, കാരണം ഇവിടെ കിട്ടും, നമുക്ക് 50 പൈസ കുറവിന് കിട്ടും അല്ലെ? ആ ആൾക്കാരുടെ ജീവനോപാധി മുഴുവൻ പോകും. അങ്ങനെ ഇത് മാത്രമാവും ഈ കച്ചവട സ്ഥലത്ത് പറഞ്ഞു. ഈ പൊളിറ്റിക്സ് ആണ് ഒരു ഫാസിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്സ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ സംഘടന, പൊളിറ്റിക്കൽ സംഘടന പിരിച്ചുവിട്ടിട്ട് അല്ലെ? 77 അതല്ലേ നടന്നത്? അവരുടെ സംഘടന പിരിച്ചുവിട്ടിട്ട് ജനതാ പാർട്ടി ചേർന്നു. എന്തൊരു ധൈര്യത്തിലാണ്! ഒരേ ഒരു ധൈര്യമുള്ളൂ, അതിന്റെ അടിത്തട്ടിൽ RSS എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. അത് നിൽക്കുന്നിടത്തോളം കാലം പുറത്തുള്ള അഭ്യാസങ്ങൾ മറ്റ് പാർട്ടികൾക്കൊന്നും ചെയ്യാത്ത എന്ത് ഗിമ്മിക്കും എന്ത് തരത്തിലുള്ള തലകുത്തി മറിച്ചിലും അവർക്ക് കാണിക്കാം. ആ സാധനമാണ് അല്ലെ? പുറത്ത് അവര് ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കും, പിന്നോക്കക്കാരനായ മോഡിയെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കും. RSSന്റെ നേതാവായി ആകെ ക്ഷത്രിയം വരെ വന്നിട്ടുള്ളൂ, അതിൽ താഴെ വന്നിട്ടില്ല അല്ലെ? രാജേന്ദ്ര സിംഗ് ഒരു പ്രാവശ്യം വന്നു, ബാക്കി എല്ലാം ബ്രാഹ്മിൻസാണ് അല്ലെ? അജിത് പവൻ ബ്രാഹ്മിന, മോഹൻ ഭാഗവത് അവിടെ തൊടില്ല. എല്ലാ കാര്യങ്ങളും അവിടെയാണ്. അവരുടെ റിയൽ ആയിട്ടുള്ള ഒരു ഫാസിസ്റ്റ് സംഘടന സ്ട്രക്ചർ അതാണ്. അതിന്റെ പുറത്താണ് ബാക്കിയെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചരിത്രം എന്ന് പറയുന്നത് ആരെങ്കിലും കുറ്റക്കാരനായി വിധിക്കാനൊന്നല്ല ഞാൻ പറയുന്നത്. ചരിത്രം എന്ന് പറയുന്നത്
നമുക്കൊരു വലിയ പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകം ദിവസവും വായിച്ച് പഠിച്ച് മാത്രമേ ഫാസിസത്തിനെ നേരിടാനുള്ള കരുത്ത് നമുക്ക് വരുള്ളൂ. ആ കരുത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യര്, ഈ ജോലി ചെയ്യുന്ന മനുഷ്യര്, ഇത് ചെയ്യുന്ന മനുഷ്യര് അല്ലെ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മില് ഇപ്പോ കൂട്ടുകെട്ട് ഉണ്ടാക്കി നാളെ ബീഹാറിൽ മഹാഗഠബന്ധൻ ജയിക്കുന്നത് നോക്കി നമ്മുടെ എല്ലാ ഹോപ്പും അവിടെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും, ടി വി ആണ്. എന്നാലും തോൽക്കാൻ എനിക്കിപ്പോഴും ഹോപ്പിലാണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതെന്ന് ആലോചിക്കുന്നത്. പക്ഷെ നാളെ അത് കാണുമ്പോൾ നമുക്ക് നിരാശരായി തിരിച്ചുപോയി അല്ലെ. ഇത് വിട്ടിട്ട് ഇത് ഒരു വലിയ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ചരിത്രപരമായ ദൗത്യമാണ് ഫാസിസത്തിനെതിരെ നിലവിലുള്ളത്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരം ചെയ്ത മനുഷ്യര്, നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ആശയം തന്ന മനുഷ്യര്, ഇന്ത്യയിലെ ഈ പറയുന്ന എന്തൊരു സമ്പന്നമായ ബഹുസ്വരമായിട്ടുള്ള ജീവിതം അല്ലെ, എത്ര സുഖ. അപ്പുറത്ത് പെരുന്നാൾ ഉണ്ടാകുമ്പോ നമ്മുടെ വീട്ടിൽ ഭക്ഷണം എത്തുന്നു, ഇവിടെ ഓണം ഉണ്ടാകുമ്പോ നമ്മൾ വേലിക്കപ്പുറത്ത് കൂടെ അതങ്ങോട്ട് കൊടുക്കുന്നു. ഈ പറയുന്ന ഒരു ജീവിത സമ്പന്നത എന്ന് പറയുന്നത് വ്യത്യസ്തത കൊണ്ടുണ്ടാകുന്ന സമ്പന്നത, ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യവും അതിനു വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയ മനുഷ്യർ നമുക്ക് തന്നിട്ടുള്ളത് മനോഹരമായ ആശയമാണ്. ഇത് നിലനിർത്തണമെങ്കിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മുടെ സ്ട്രഗിൾ ഇപ്പോഴേ തുടങ്ങുന്നുള്ളൂ. നമ്മൾ ഇതുവരെ സുഖമായിട്ട് ജീവിക്കില്ലേ അല്ലെ, 2 ഉറുപ്പിക കൊടുത്ത് സ്കൂളിൽ പഠിക്കില്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. നവോത്ഥാനത്തിന്റെയും രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഒക്കെ ഫലം അനുഭവിക്കില്ല ചെയ്തിട്ടുള്ളത്. ഒരു ജനറേഷൻ എന്നുള്ളത് എനിക്ക് സ്ട്രഗിള് നമ്മുടെ ഇപ്പോഴാണ് അല്ലെ. സ്ട്രഗിള് ചെയ്യുമ്പോ അത് അടുത്ത തിങ്കളാഴ്ച തീരണം അല്ലെ, അടുത്ത ബുധനാഴ്ചയോട് കൂടിയിട്ട് ഇത് തീരും എന്നുള്ള സംഗതിയല്ല, മറിച്ച് നമ്മുടെ ആത്മബലം നമുക്ക് മനസ്സിലാക്കണം. അത് പൊളിറ്റിക്കൽ വില്ലാണ്. ആ പൊളിറ്റിക്കൽ വില്ല് ഉള്ള മനുഷ്യരെ ഇങ്ങനെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഉണ്ടായാലേ ആ രാഷ്ട്രീയമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ മുകൾ തട്ടിൽ എത്തുള്ളൂ. അങ്ങനെ എത്തുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നാളെ വലിയ ഐക്യം ഉണ്ടാവും, ഇത് മുഴുവൻ ഐക്യം ഫാസിസത്തിനെതിരെ വലിയ ഐക്യം ഉണ്ടാക്കിയിട്ട് ഇതാ തകർന്ന് വീഴും. അതുണ്ടാവണം. ഈ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന തനി ടെക്നോളജിക്കലായ ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് ആൾക്കാരെ അവിടെ ചേർത്തി ഒക്കെ ചെയ്താലും അവർ തന്നെ ആവുള്ളൂ അല്ലെ. അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഈ ടെക്നിക്കലായിട്ടുള്ള വശത്ത് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ നമ്മള് അത്തരം സ്ഥലങ്ങളെയൊക്കെ നിരാകരിക്കുന്ന തരത്തിലൂടെ അടിത്തട്ടിൽ നിന്ന് ജനകീയ രാഷ്ട്രീയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഫാസിസത്തെ നേരിടാനുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് താൽക്കാലികമായ രാഷ്ട്രീയ നിരാശകളൊന്നുമല്ല, മറിച്ച് നമ്മുടെ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത്, ആ ഒരു ചരിത്രം നമ്മുടെ കുട്ടികൾക്ക് കുറെ കൂടി നന്നായി ജീവിക്കുന്ന ഒരു സ്ഥലമാക്കി കൊടുക്കേണ്ട കേരള ഇന്ത്യ എന്ന് പറയുന്ന വലിയ ആത്മബലത്തിൽ നിന്ന് മുന്നേറുക എന്നുള്ളതാണ് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ അവർക്ക് 100ാം വർഷം പൂർത്തിയാക്കുന്ന ഈ സമയത്ത് നമ്മളോട് പറയാനുള്ളത്. നന്ദി. രാജഗോപാലിനെ കുറച്ച് സമയം ക്ഷമിക്കണം.